ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ജപ്പാൻ ജ്വരം പടരാതിരിക്കുവാനുള്ള പ്രവർത്തനം ശക്തമാക്കുവാൻ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മതസംഘടനാ നേതാക്കളുടെ യോഗത്തിൽ തീരുമാനിച്ചു. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ബോധവൽക്കരണം നടത്തുവാനും ജനുവരിയിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന വാക്സിൻ വിതരണത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുവാനും തീരുമാനിച്ചു. കൊതുകുകൾ വഴി പകരുന്ന ഗുരുതര വൈറസ് രോഗമാണ് ജപ്പാനീസ് എൻസെഫലൈറ്റിസ്. തലച്ചോറിനെ ബാധിക്കുന്ന ഗുരുതര രോഗാവസ്ഥയാണിത്. 1 മുതൽ 15 വരെ വയസ്സുള്ള കുട്ടികളെയാണ് കൂടുതലായും ബാധിക്കുന്നത്. തീവ്രമായ പനി, ശക്തമായ തലവേദന, ബോധക്ഷയം, അപസ്മാരം, അസ്വാഭാവിക പെരുമാറ്റം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചികിത്സയില്ലാത്ത ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സുരക്ഷിതവും ഫലപ്രദവുമായ മാർഗം വാക്സിൻ നൽകുക എന്നതാണ്. 1 മുതൽ 15 വരെയുള്ള കുട്ടികൾക്കാണ് വാക്സിൻ നൽകുക. സ്കൂളുകൾ, അംഗനവാടികൾ, പ്രീ സ്കൂൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് വാക്സിൻ നൽകുന്നത്. വില കൂടിയ വാക്സിൻ സൗജന്യമായി നൽകുന്ന പരിപാടി ജനുവരിയിൽ ആരംഭിക്കും. കൊതുക് വളരുന്നതിനുള്ള സാഹചര്യം തടയുക. വീടിനകത്തും പരിസരത്തും വെള്ളം കെട്ടി നിൽക്കുവാൻ അനുവദിക്കരുത്. കൊതുകുവല, കൊതുകിനെ അകറ്റുന്നതിനുള്ള ലേപനങ്ങൾ എന്നിവ ഉപയോഗിക്കുക. പരിസര ശുചിത്വം പാലിക്കുക. കുട്ടികൾക്ക് നിർദ്ദേശിച്ച വാക്സിനുകൾ യഥാസമയം നൽകുക എന്നിവയാണ് പ്രതിരോധ മാർഗങ്ങൾ. യോഗത്തിൽ ഡെപ്യൂട്ടി DMO ഡോക്ടർ ഷിബുലാൽ, ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ സി ഷുബിൻ, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ പമീലി, ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ KP സാദിഖ് അലി, സംഘടനാ പ്രതിനിധികളായ PK മുസ്തഫ, PK അബ്ദുൽ ഹക്കീം, T സുധീർ അലി, PP നൌഫൽ, ഇസ്മായിൽ, PC മൻസൂർ, K മുഹമ്മദ് കുട്ടി, ഫൈസി ആനമങ്ങാട്, NK അബ്ദുൽ അസീസ്, M അബ്ദുറഹ്മാൻ, CH അബ്ദുള്ള എന്നിവർ പങ്കെടുത്തു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.